നല്ലൊരു ദീപാവലിയായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് റഹീംഖാന്റെ കോള് വരുന്നത്. പിന്നെ ഒന്ന് നോക്കിയില്ല, ഡ്രസ്സ് മാറ്റി ഇറങ്ങി. ഇന്നാണെങ്കിൽ അജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അജി ഇന്നേവരെ കാണാത്ത ഒരു അളിയനെ കാണാൻ പോവാണ്. ഇവനൊരു കോളും ചെയ്തിരിക്കുമ്പോഴാണ് റഹീംഖാൻ പറയുന്നത് റഹീംഖാന്റെ പള്ളിയിലേക്കാർ നോക്കണ്ട എന്ന് പറയാൻ പറഞ്ഞിട്ട്. ഫൈനലി നമ്മൾ സ്ഥലം എത്തി. കയറി ഇരുന്നപ്പോ തന്നെ അളിയന്റെ ആദ്യത്തെ ചോദ്യം, നീ എവിടെയാണ് പണിയെടുക്കുന്നത്? അജി ആണെങ്കിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുത്ത് ഞാൻ അവിടുത്തെ സീനിയർ അക്കൗണ്ടന്റ് ആണെന്ന്. അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ പോയപ്പോഴാണ് അളിയൻ ഒരു ഫോട്ടോ എടുക്കുന്നത്. ചെക്കൻ അങ്ങടെ നാണം വന്നിട്ട് ഇല്ലാണ്ടായി. അങ്ങനെ അളിയനെ നേരെ ഡ്രോപ്പും ചെയ്ത് ഞങ്ങൾ നേരെ ബർദുബായിലേക്ക്. ഇവിടെ എത്തിയപ്പോ മൊത്തം ചർച്ച ഡിസംബർക്ക് അഫ്സൽ സാറിന്റെ കല്യാണവും മഹസൂമിന്റെ ട്രൗസറുമാണ്. മഹസൂമ് പറയുന്നത് ദീപാവലി ആയതുകൊണ്ട് എല്ലാരും ട്രൗസർ ഇട്ട് ഇറങ്ങുന്നു. ഇറങ്ങിയതാണെങ്കിൽ ഫിലിപ്പീനത്തെ കുറെ ചേച്ചിമാരും പിന്നെ ഓനും. പിന്നെ ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പോലെയാണ് ട്രോള് വന്നത്. വീടേറ്റി പോകാൻ ആരാ തെറ്റിപ്പോനാവല്ലോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കുറെ സംസാരിച്ചപ്പോ തന്നെ പോവാനുള്ള സമയമായി. അഫ്സൽ സാർ ആണെങ്കിൽ കല്യാണത്തിനുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയും. അങ്ങനെ ചെക്കന്മാരുടെ ഒരു ബായും പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന വൈക്കാണെങ്കിൽ പേരും തിരക്ക്. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ദുബായിത്തെ ആദ്യത്തെ ദീപാവലി ആയതുകൊണ്ട് കണ്ടു നിൽക്കാനുള്ള രസമാണ്. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ദീപാവലി എല്ലാവർക്കും ഒരുപോലെ തന്നെ. അങ്ങനെ കുറെ ഓർമ്മകളുമായി റഹീംഖാൻ ഒരു ബായും പറഞ്ഞ് നേരെ റൂമിലേക്ക്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.